തിരിച്ച് ഞാൻ പ്രാർത്ഥിച്ചത് അച്ഛൻ്റെ അരികിൽ ഒരു കസേര അവൾക്ക് കിട്ടണം, അവിടെ ഓടിയെത്തി എൻ്റെ കുട്ടിക്ക് കസേര കിട്ടണം എന്ന് ഞാൻ നല്ലവണ്ണം ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ എൻ്റെ ആ പ്രാർത്ഥന എല്ലാം കറക്റ്റായിട്ട് നടന്നു എന്നുള്ളത്. രണ്ടുപേരല്ലേ ആരുടെ പ്രാർത്ഥനയാണ് ഫലിച്ചത്? അമ്മയുടെ ആയിരിക്കും. ഞാൻ അത്ര പേടിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ നാടല്ലേ, അപ്പൊ ഇവളൊന്നും പറഞ്ഞാൽ ഞാൻ വിടത്തില്ല. എനിക്ക് നമ്മളെല്ലാം പേടിക്കണമല്ലോ, അവള് പെൺകുട്ടിയല്ലേ. ഏത് സൈഡിൽ നിന്നാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ നമുക്കുണ്ട് പേടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവർ ഏത് സൈഡിൽ നിന്നാണ് നമ്മളെ എന്ത് ചെയ്യണം എന്നറിയാം. അപ്പോൾ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്ക് ഞാനും കൂടെ ഇല്ല. അപ്പൊ എങ്ങനെ പോകണമെന്ന് പറഞ്ഞെങ്കിൽ ഞാനും പോയേനെ. പക്ഷെ മീഡിയാസ് ഉള്ളപ്പം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആയിരക്കണക്കിന് ക്യാമറകളാണ് നമ്മളെ നോക്കുന്നത്. അന്ന് എനിക്ക് ആകെയുള്ളൊരു സമാധാനം അതായിരുന്നു, ദൈവമേ മീഡിയക്കാരെങ്ങാനും ക്യാമറ ഓഫ് ചെയ്താൽ എന്റെ ജീവിതം അവിടെ തീർന്നു. പക്ഷെ കുറച്ച് പ്ലാനിങ് മനസ്സിൽ ചെയ്തിരുന്നു. അങ്ങനെയല്ല, വന്ന് കണ്ടു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. വന്നു, പപ്പ വരുന്ന ഫംഗ്ഷൻ അല്ലേ, കേറി അവിടെ പോയി. പപ്പ സ്റ്റേജിലുണ്ട്, കൊറേ മീഡിയ ആൾക്കാരും, വലിയ ക്രൗഡായിരുന്നു. വീട് മാത്രമാണ് അത് കൊടുത്തിട്ടെങ്കിൽ വല്ലത് കിട്ടുമെങ്കിൽ അത് ഞാൻ ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്റ്റേ കൊടുത്താൽ പോരെ. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ അവരെ മുന്നിൽ ചെന്നിട്ടില്ലല്ലോ. എനിക്ക് കോളേജ് ഫീസ് അടയ്ക്കണം, എനിക്ക് ഇത്ര കാശ് തരണം, അല്ലെ എന്നെ നിങ്ങൾ നോക്കണം എന്ന് ഞാൻ ആരോപണം ഇതുവരെ വെച്ചിട്ടില്ല. എന്നെ നിങ്ങൾ നോക്കണം, എനിക്ക് 18 വയസ്സായിട്ടേ ഉള്ളൂ, ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. എങ്ങനെയാ ചെലവ് കഴിഞ്ഞു പോകുന്നത്? മോളധ്വാനിക്കുന്നു, ഒരുപക്ഷെ അമ്പിളിച്ചേട്ടൻ നേരത്തെ കണ്ടിരുന്നു. അതെ, കല ഇവിടെ ഈ കലയല്ല, ഈ കലയെ കൂടി സംരക്ഷിക്കാനുള്ള ഒരു കലാവാസന ഈ കുട്ടിയിലുണ്ട് എന്നുള്ള കാര്യം അമ്പിളിച്ചേട്ടൻ തിരിച്ചറിഞ്ഞത്. മേബി അപ്പയാണ് ആദ്യമായിട്ട് ആങ്കറായിട്ട് കൊണ്ടുവരുന്നത്. ആദ്യം കൊച്ചുകുട്ടിയായിട്ട് കൈരളി ടിവിയുടെ ആദ്യമായിട്ട് കൈരളി ടിവിയിലാണ് സ്ക്രീനിന്റെ മുന്നിൽ വരുന്നത്, കിളിക്കാമ്പട്ടി എന്നൊരു പാട്ട് ഷോയിലൂടെ. അപ്പം അങ്ങനെ പപ്പ അറിഞ്ഞു തുടങ്ങിയ പാട്ടൊക്കെ പാടി തുടങ്ങിയല്ലേ. ശ്രീലക്ഷ്മിയുടെ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു തലത്തിലുള്ള ഏതൊരു കുട്ടി മലയാളം കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ടാണ് ശ്രീലക്ഷ്മി മലയാളം കൈകാര്യം. വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, വളരെ കറക്റ്റായിട്ടുള്ള വെക്കാബുലറി പോലും ഉപയോഗിക്കുന്നത്. അതായത് പദസൂചിക പോലും വളരെ കൃത്യനിഷ്ഠയോടെ ആണ് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ പിന്നെ ഒരു പദത്തിന് പകരം വേറൊരു പദം ഉപയോഗിക്കാം, പക്ഷെ അത് ചേരുംപടിയാകില്ല. പക്ഷെ വളരെ കറക്റ്റായിട്ട് വളരെ കൃത്യതയോട് കൂടിയിട്ട് പദാവലികൾ തിരഞ്ഞെടുക്കുന്നു. അതിൽ എനിക്ക് തോന്നുന്നു അമ്പിളിച്ചേട്ടൻ്റെ ഈ ഭാഷാപരമായിട്ടുള്ള ഒരു കഴിവും സിദ്ധിയും എങ്ങനെയോ കരച്ചേച്ചരി ആകാൻ സാധ്യതയില്ലല്ലോ. ഇല്ല, അവൾക്കൊരു മതിപ്പില്ല കേട്ടോ. അമ്പിളിച്ചേട്ടൻ്റെ മതനുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെ അമ്പിളിച്ചേട്ടൻ്റെ വൈറസ് കൂടി. പുള്ളിയും ഈ പ്രണയരംഗങ്ങളൊക്കെ വരുന്ന സമയത്ത് കരച്ചേച്ചിന് കൂടെ മറ്റേ തമിഴ് പാട്ടേ പാടിയിട്ടുള്ളൂ. അപ്പൊ ഈ തമിഴിലേക്കുള്ളൊരു ചായ്വ് വന്നിട്ടുണ്ട്. പപ്പ നമ്മളിപ്പോ ഉള്ളപ്പോ ഇത്രയും വലിയൊരു ആക്ടറാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യൂല. എനിക്ക് ആക്ടർ എന്ന രീതിയിലല്ലല്ലോ, എനിക്ക് ആസ് എ ഫാദർ എന്നാണ്. അപ്പൊ എല്ലാവരോടും ചോദിക്കും, പപ്പ വീട്ടിലെങ്ങനെയാ, പപ്പ പുറത്തിറങ്ങിയ ജാടാണ്, നിന്റെ പപ്പയുടെ ഒരു ഓട്ടോഗ്രാഫ് കൊണ്ടുവരുമോ? അപ്പൊ ഞാൻ പപ്പയോട് ചോദിക്കും, പപ്പ എന്താ ഇത്ര അധികം ആൾക്കാർ ഇങ്ങനെ ബിഹൈൻഡ് യു? പപ്പ അത് നിനക്ക് ഒരു ദിവസം മനസ്സിലാവും. ചിലപ്പോ എനിക്കും അറിയില്ല ഞാൻ എന്നെ ഇത്ര അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് ചിലപ്പോൾ എനിക്കും അറിയില്ലായിരിക്കും. പക്ഷെ അന്ന് എനിക്ക് ജഗദീഷ് ശ്രീകുമാർ എന്നൊരു ആക്ടറിന്റെ മൈലേജ് എത്രയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. ബട്ട് നൗ ഐ അണ്ടർസ്റ്റാൻഡ് എന്തുമാത്രം മൈലേജ് ആണ്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന പോലും പപ്പയുടെ പേരിലല്ലേ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഗ്രേറ്റ് ആക്ടറിന്റെ മകളായതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അമ്പിളിച്ചേട്ടൻ എപ്പോഴും ഒരു സംസാരത്തിൽ പറഞ്ഞ ഈ അമ്പിളിച്ചേട്ടൻ സ്വന്തമായിട്ടുണ്ടാക്കിയ 3 രസമുണ്ടല്ലോ, അതിൽ 1-2 വീട്ടിൽ നിന്ന് പഠിച്ചാണെന്നാ പറഞ്ഞത്. ആ കഥയിൽ തൻ്റെ പങ്ക്, തൻ്റെ റോളിൻ്റെ ഇമേജ് ഒരിക്കലും നോക്കാറില്ല. ഏതൊരു കഥാപാത്രമാണ്, അത് നെഗറ്റീവാണോ അല്ലെങ്കിൽ അങ്ങനെ പോസിറ്റീവാണോ, അതൊന്നുമല്ല. ആ കഥാപാത്രം എന്താണ്, ആ സിനിമയിലെ ആ കഥാപാത്രത്തിൻ്റെ പങ്ക് എന്താണെന്ന് ആലോചിച്ചിട്ടുള്ളൂ. അതായത് തൻ്റെ പ്രതിച്ഛായ ഒരിക്കലും അദ്ദേഹം ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും, പ്രത്യേകിച്ച് നായിക നടിമാരോട് കഥ പറയുമ്പോൾ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടുള്ളത്, അവരുടെ റോളിനെ കുറിച്ച് അത് നെഗറ്റീവ് ആവരുത്, അല്ലെങ്കിൽ ഒരു ഈവൻ ഒരു എന്താ പറയുക ഒരു ഗ്രേ ഷെയ്ഡ് പോലും ഉണ്ടാവുന്ന റോളുകൾ ചെയ്യാൻ അവർക്ക് മടിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. എന്താണ് ശ്രീലക്ഷ്മി പുതിയ അതായത് സിനിമയിലേക്ക് വരുന്ന പുതിയ കുട്ടികളിൽ ഒരാളാണ്, ഏജ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്തേക്കാം, അയ്യോ ഇപ്പൊ ഞാൻ അത്രയും ഏജ് ആയിട്ടുള്ള ചെയ്താൽ ഇനി എനിക്ക് പ്രശ്നമാവോ, അങ്ങനത്തെ റോൾസ് വരും. അങ്ങനെയല്ല ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകളിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടാൻ പാടാണ്. ചെയ്തു നോക്കാം, അതൊരു ചാലഞ്ച് അല്ലേ. ശ്രീലക്ഷ്മി ഗ്ലാമർ റോളുകൾ, അങ്ങനെയുള്ള ഇപ്പൊ ഫാസ്റ്റ് നമ്പേഴ്സ്, ഐറ്റം നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിനിമയിൽ അതൊക്കെ വലിയ ചേരുവകളാണ്. ഇതിനോടൊക്കെ ഉള്ള സങ്കല്പം എന്താണ്? ഞാനൊരു ഡാൻസറാണ്, പക്ഷെ
വൾഗാരിറ്റി കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല.